ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഇൻക്ലൂഡാണ്. റെസിപ്പിയും വിശേഷങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടനോടൊന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ കണ്ടു തീരുന്നതിന് മുമ്പ് വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്ത് തന്നെയായാലും കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. ഇപ്പം നല്ല മഞ്ഞും രാവിലെ ഇങ്ങനെ മഞ്ഞും അതുപോലെ തന്നെ കുറച്ച് തണുപ്പൊക്കെ ആയിട്ട് നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയം രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ ചെടികളിലൊക്കെ വന്ന് നിൽക്കാനും അതുപോലെ തന്നെ ചെടികളിലൊക്കെ ഇങ്ങനെ മഞ്ഞ് വീണിട്ട് കാണാനും നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. രാവിലെ കാണാൻ കിട്ടുന്ന കുറച്ച് കാഴ്ചകളാണത്. മാത്രമല്ല നമ്മളെ ഇപ്പുറത്തെ തോട്ടത്തിലൊക്കെ നിറച്ച് കിളികളൊക്കെ ആയിട്ട് രാവിലെ നല്ല രസമാണ്. സമയം കിട്ടുമ്പോഴൊക്കെ ഞാനത് ആസ്വദിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് രാവിലെ ഒരു തിരക്കല്ലേ ആർക്കായാലും. അപ്പോൾ ഇന്നിപ്പോൾ മറ്റൊന്നുമല്ല, ഇന്നിപ്പോൾ റഫീക്ക് ഒരു 6 മണിയായപ്പോൾ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഹർത്താലായിരുന്നു. ഇത് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ്. ഹർത്താലായതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ആകുമ്പോൾ മടിച്ച് കുറച്ചുകൂടെ കിടക്കും കേട്ടോ. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ പിന്നെ ചെടി നനക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആയിട്ട് കുറച്ച് സമയം അങ്ങനെ പോയിട്ടാണ്. അപ്പോൾ അല്ലെങ്കിൽ ഇനിയിപ്പോൾ റഫീക്ക് ഇല്ലല്ലോ, ബ്രേക്ക്ഫാസ്റ്റും വല്ലാണ്ട് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു മടി വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ റഫീക്ക് പോയി ഗേറ്റൊക്കെ തുറന്ന് കൊടുത്തപ്പോൾ ചെടികൾ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ അങ്ങനെ അവിടെ കുറച്ച് സമയം നിന്നതാണ് കേട്ടോ. അതുകൊണ്ട് ആ ഒരു ഇതങ്ങ് മാറിക്കിട്ടി. പിന്നെ പണികൾ നമ്മൾ സ്റ്റാർട്ടായി തുടങ്ങിയാൽ പിന്നെ അങ്ങ് ഉഷാറായിട്ട് നമ്മൾ തുടങ്ങുമല്ലോ. അതെപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. രാവിലെ നേരത്തെ എണീക്കുക എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര മടിയായിരിക്കും. പക്ഷേ എണീറ്റ് നമ്മളൊന്ന് സ്റ്റാർട്ടായി ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് കഴിച്ച് കുറച്ച് വെള്ളം കുടിക്കുക, എന്തെങ്കിലും എടുത്ത് കഴിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് ഇരിക്കുക അല്ലെങ്കിൽ ഒക്കെ ചെയ്തിട്ട് ഒന്ന് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങ് റെഡിയാവും കേട്ടോ. അത് നമ്മൾ എണീക്കേണ്ട മടി കൊണ്ടാണ് നമ്മളിങ്ങനെ മടിച്ച് പിന്നെയും ഉറങ്ങുന്നത്. എണീറ്റ് കഴിഞ്ഞാൽ അങ്ങ് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് നമ്മൾ ഉണയിക്കോളും, പിന്നെ അങ്ങ് സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ എണീക്കാതിരുന്നതിനെ കുറിച്ച് ആലോചിക്കും കേട്ടോ. അപ്പോൾ ഞാനങ്ങനെയാണ് പൊതുവേ ഇത്ര വർഷങ്ങളായിട്ടും എണീക്കുമ്പോൾ മടിയൊക്കെ ഉണ്ടാവും കേട്ടോ. എണീറ്റ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ റെഡിയായി വരും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതിന് ശേഷം ഇനിയൊരു ക്വിക്ക് ക്ലീനിങ് ആണ് കേട്ടോ. ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ വീടൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കട്ടെ. ആദ്യം ബെഡ്റൂം തന്നെ തുടങ്ങി. ബെഡ്റൂം ഒന്ന് നീറ്റാക്കി വെച്ചു. അതിന് ശേഷം ഇതാ ലിവിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ ഒന്ന് റെഡിയാക്കി വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ ആന്തൂറിയത്തിൻ്റെ ഫ്ലവർ പറിച്ചിട്ട് ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഒന്നും വാടിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഒരാഴ്ചയായി ശരിക്കും. നിങ്ങൾക്ക് വീഡിയോ തന്നിട്ട് തന്നെ ഞാനൊരാഴ്ചയായില്ല. അപ്പോൾ ഒരു വാട്ടോ സംഭവിച്ചിട്ടില്ല കേട്ടോ. ഞാനത് വെള്ളമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരാഴ്ചയും കൂടെ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ വലിയ ചൂടൊന്നുമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കും കേട്ടോ നിൽക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ കുറേ അധികമൊന്നും നിൽക്കില്ല, എന്നാലും ഒരാഴ്ചയൊക്കെ എന്തായാലും നിൽക്കും. അപ്പോൾ നമ്മൾ വെച്ചതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ രാവിലെ നമ്മൾ നല്ല ഫ്രഷായിട്ടിരിക്കണമെങ്കിൽ, രാവിലെ നല്ല എനർജറ്റിക്കായിട്ട് ഫ്രഷായിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ നമ്മൾ എനർജറ്റിക്കായിട്ട് തുടങ്ങുകയും വേണം കേട്ടോ. രാവിലെ സ്റ്റാർട്ട് ചെയ്യണം. നമ്മളെ ഇഷ്ടമുള്ള കാര്യങ്ങൾ തൊട്ടിട്ട് രാവിലെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. മടിയുള്ള കാര്യം തൊട്ടിട്ട് രാവിലെ സ്റ്റാർട്ട് ചെയ്യാൻ പോകരുത്. അതായത് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു പണി പോയിട്ട് രാവിലെ ചെയ്യാൻ നിൽക്കരുത്. നമുക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ ഗാർഡനിൽ നിൽക്കാൻ ഇഷ്ടം അവിടെ ഇപ്പോൾ 2 മിനിറ്റ് ആണെങ്കിലും കൂടിയിട്ട് അവിടെ 2 മിനിറ്റ് നിന്ന് നമ്മളൊന്ന് മൈൻഡ് ഓൺ ആക്കിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടന്നാൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു ദിവസം മുഴുവൻ നമുക്ക് നല്ല എനർജിയോട് കൂടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് പതുക്കെ നമുക്ക് ഇഷ്ടമില്ലാത്തതും ഇഷ്ടമുള്ളതും എല്ലാ ജോലികളും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ആ കോർണറിൽ ചെടി ഒന്ന് വെള്ളം നനയ്ക്കാനുണ്ട് കേട്ടോ. ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അകത്ത് വെള്ളം നനച്ച് വെച്ച ഒരു ചെടി എടുത്തിട്ട് അകത്തേക്ക് വെച്ചിട്ട് മറ്റേത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് അതൊന്ന് നനച്ച് കൊടുക്കണം. അപ്പം അങ്ങനെ പിന്നെ ഇന്നും ഞാൻ പണികൾ മാത്രം വീഡിയോയിൽ കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പണികൾ മാത്രമേ എടുക്കുള്ളൂ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണികൾ മാത്രമാണെന്ന്. ഞാനിത് കുറച്ച് ടൈമിലെ കാര്യമാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. ഇപ്പോൾ എന്താ പറയുക, രാവിലെ ഇത്ര സമയം എടുക്കുന്ന പണികളാണ് ഞാൻ കാണിക്കുന്നത്. അതിന് കഴിഞ്ഞ് അതിന് ശേഷം അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, കുറേ ഫ്രീ ടൈം എനിക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇടയ്ക്ക് പോയിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. ആ വെള്ളം കുടിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഞാനിപ്പോൾ വെള്ളം കുടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ബ്രേക്ക്ഫാസ്റ്റില്ലേ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ മുമ്പ് ഒരു വലിയ കപ്പ് ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. അതിന് 3 കപ്പ് വെള്ളം ഞാൻ കുടിക്കും കേട്ടോ.
അങ്ങനെയാണ് ഞാൻ കണക്കാക്കുക. അപ്പോൾ അതൊരു കണക്ക് കിട്ടും, എനിക്ക് കണക്ക് കിട്ടണം, ഇല്ലെങ്കിൽ എനിക്ക് വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ്. അതായത് എല്ലാവരും എടുക്കുന്ന അതിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ചാൽ എനിക്കൊരു കണക്ക് കിട്ടില്ല. അതിൽ നിന്ന് തന്നെയാണ് എടുക്കുക, പക്ഷേ ആ ഒരു കപ്പ് കണക്കാക്കി വലിയ കപ്പാട്ടാ, 2 ഗ്ലാസ് വെള്ളം എന്തായാലും ഒരു കപ്പിൽ കൊള്ളും. അങ്ങനത്തെ ഒരു 3 കപ്പ് ഞാൻ കുടിക്കും. അതായത് മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ മുമ്പത്തെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു കപ്പ് വെള്ളം കുടിക്കുമല്ലോ. പിന്നെ നമ്മൾ ലഞ്ച് നമ്മൾ ഫോക്കസ് ചെയ്യണം. ലഞ്ച് കഴിക്കുന്നതിൻ്റെ മുമ്പ് വീണ്ടും ഞാൻ അതുപോലെ കുടിക്കും. ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഞാൻ കപ്പ് കണക്ക് പറയുന്നില്ല, അത് എൻ്റെ ഒരു കണക്കാണ്. നിങ്ങളിപ്പോൾ ഒരു ബോട്ടിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു ബോട്ടിൽ നിറച്ച് വെള്ളം ആക്കി വെക്കുക രാവിലെ തന്നെ. എന്നിട്ട് അത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ മുമ്പ് ആ ഒരു ബോട്ടിലിലെ വെള്ളം കുടിച്ച് തീർക്കും എന്ന് വിചാരിക്കുക കേട്ടോ. പിന്നെ അത് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് തന്നെ കുടിച്ച് കഴിയണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് ലഞ്ചിൻ്റെ മുമ്പ് വീണ്ടും ആ കുപ്പി നമ്മൾ ഫില്ലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാലോ നമ്മളെ ബോഡിയിലേക്ക് എത്ര വെള്ളം വേണമെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ആ ഒരു കണക്കിലുള്ള ബോട്ടിൽ എടുത്ത് വെക്കുക. എന്നിട്ട് ലഞ്ചിൻ്റെ മുമ്പ് നമ്മൾ ആ ഒരു ബോട്ടിലും ഫിനിഷ് ചെയ്യുക. അത് മസ്റ്റായിട്ടും ചെയ്യണം കേട്ടോ. ബോട്ടിലവിടെ നിറച്ച് വെച്ചാൽ പോരാ. പിന്നെ നമ്മൾ ഡിന്നർ കഴിക്കുന്നതിന് മുമ്പ്, ഡിന്നർ മീൻസ് വൈകുന്നേരമല്ലേ നമ്മൾ കഴിക്കുക. ഇപ്പോൾ ഞാനാണെങ്കിൽ ഒരു 6-6:30 ആകുമ്പോഴത്തേക്കാണ് കഴിക്കുക. അതിൻ്റെ മുമ്പ് ഒരു ബോട്ടിൽ വെള്ളം ഫുള്ള് കുടിച്ച് തീർക്കും എന്ന് വിചാരിക്കുക. പിന്നെ നമ്മൾ വൈകുന്നേരം തൊട്ട് രാത്രി ആ ഒരു ടൈമിലേക്ക് നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരില്ലേ. കുടിക്കും, എന്നാലും രാവിലെ കുടിക്കുന്നതിൻ്റെ അപേക്ഷിച്ച് കുറവായിരിക്കും. അപ്പോൾ ആ ഒരു അളവും ആ ഒരു സമയത്ത് കിടക്കുന്നതിന് മുമ്പ് ഇത്ര കുടിക്കുക. നമ്മൾ കിടക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പൊക്കെ വെള്ളം ഒന്ന് നന്നായിട്ട് കുറക്കുക കേട്ടോ. ചെറിയൊരളവിലേക്ക് കൊണ്ടുവരിക, അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മളില്ലേ എപ്പോഴും നമ്മൾ എന്ത് പണിയാണെങ്കിലും എന്ത് തിരക്കിലാണെങ്കിലും നമ്മൾ ഇത് ഫിനിഷ് ചെയ്യും. ആ ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ കാരണം ഞാനിതിൻ്റെ ഇടയിൽ അങ്ങനത്തെ കാര്യങ്ങൾ, ഫ്രൂട്ട്സ് കഴിക്കൽ അങ്ങനത്തെ ഒക്കെ ഇപ്പോഴല്ല, പക്ഷേ അതിൻ്റെ ഇടയിലൊക്കെ ഉച്ചേൻ്റെ മുമ്പൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡെയിലി നമ്മളെ വീഡിയോയിൽ ഡെയിലി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചിട്ടാണ്, ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റായിട്ട് കാണിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അതിനെക്കുറിച്ച് നമ്മൾ പറയാത്തത്. അതൊന്നും നമ്മൾ ഇതിൽ കാണിക്കാത്തത് മാത്രമല്ല, അല്ലാണ്ട് തന്നെ നമുക്ക് വീഡിയോ ലെങ്തി ആവും. അപ്പോൾ പിന്നെ അങ്ങനത്തെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കണം. നമ്മൾ വെറുതെ പണിയെടുത്ത് നടക്കുകയല്ല, നമ്മൾ ഒന്നും ഇരിക്കുന്ന പോലും ഇല്ല, ഒന്നെവിടെ നിൽക്കുന്ന പോലും ഇല്ല, എന്താ പറയുക, ഇങ്ങനെ സ്വിച്ചിട്ട് പോലെ ചെയ്യുകയാണ്, അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. ചെയ്യുമ്പോൾ ചെയ്യാനുള്ളത് വൃത്തിയായിട്ട് നീറ്റായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ അതിനിടയിൽ എൻ്റെ അകത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് തുടക്കാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് അടിച്ചു വാരിയൊക്കെ ഒതുക്കി പെറുക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അകം മൊത്തം നീറ്റായിട്ടുണ്ട്. അപ്പോൾ തന്നെ മനസ്സിന് വലിയ സമാധാനമാണ് കേട്ടോ. അതൊന്നും ചെയ്യാതെ കുക്കിംഗ് ചെയ്യാൻ എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. ഞാനൊന്നും ഒതുക്കി പെറുക്കിയെങ്കിലും വെക്കും കേട്ടോ, അടിച്ചു വാരിയിട്ടില്ലെങ്കിലും. അപ്പോൾ ഇത് ചെയ്ത് കുക്കിംഗ് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. ചിലർക്ക് നേരെ തിരിച്ചായിരിക്കും. കുക്കിംഗ് കഴിഞ്ഞിട്ട് അങ്ങനെ എനിക്ക് ആവലുണ്ട് ചില ദിവസങ്ങളിൽ. പക്ഷേ ഇതാണ് എനിക്ക് എൻ്റെ ഒരു റൊട്ടീൻ, ഇതാണ് എനിക്കിഷ്ടം, ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ എനിക്കിഷ്ടം ഒരേ റൂട്ടീൻ ഫോളോ ചെയ്യാനായിട്ടാണ്. ചിലർക്ക് എന്നും ഒരേ റൂട്ടീൻ ഫോളോ ചെയ്യാൻ ഇഷ്ടമല്ല, പക്ഷെ എനിക്കതാണ് ഇഷ്ടം കേട്ടോ. അതെന്നെ എൻ്റെ പണിയിൽ സ്പീഡാക്കാൻ സഹായിക്കലുണ്ട് കേട്ടോ. ഇപ്പോൾ അതാ ഞാൻ കിച്ചണിൽ കുക്കറിൽ ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ട്. കുക്കറിലല്ലേ ഞാൻ ചോറ് വെക്കുക. അപ്പോൾ അതിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് അരി കഴുകി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ലഞ്ചിന് എന്തുണ്ടാക്കും എന്ന് ചിന്തിക്കുകയാണ്. മീനുണ്ട്, അയില മീനുണ്ട്. അപ്പോൾ അത് ഞാൻ ക്ലീൻ ചെയ്തതാണ്, അത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉപ്പേരിക്ക് എന്തെങ്കിലും വേണ്ട, കയ്യിലുള്ള വെജിറ്റബിൾസ് എല്ലാം തീർന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ തലേ ദിവസമൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നത് നിങ്ങൾക്കറിയാലോ. ഇനിയിപ്പോൾ നമ്മളെ തോട്ടത്തിൽ ഞാൻ അന്ന് പറഞ്ഞില്ലേ, കാക്കച്ചപ്പ്, മുടുങ്ങച്ചപ്പ് എന്നൊക്കെ പറയുന്ന, നമ്മൾ ചുക്കുട്ടീൻ്റെ ഇല എന്നൊക്കെ പറയുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും കേട്ടോ പറയുക. ഇനിയിപ്പോൾ കുറേ പേർക്ക് ഇത് അറിയില്ല, അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത്. നിങ്ങൾ അറിയാതെ എന്തെങ്കിലും ലീഫെല്ലാം തോട്ടത്തിൽ പോയി പറിച്ചെടുത്തിട്ട് കറി വെക്കരുത് കേട്ടോ. അറിയുന്നവരോട് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇതാണ് സംഭവം. ഈ 3 പേരെ എനിക്കറിയുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വേറൊരു പേര് എനിക്കറിയില്ല. അപ്പോൾ അറിയാത്തവർക്ക് കമൻറ്റിൽ പറഞ്ഞു കൊടുക്കുക കേട്ടോ എന്തായാലും. അപ്പോൾ ഇതാണ് സംഭവം, എനിക്കിത്രേ പറയാനറിയുള്ളൂ. അപ്പോൾ നമ്മളെ തോട്ടം ചെത്തി കൊടുത്തിട്ടില്ല, അതായത് വരണ്ടി ഇടുമല്ലോ വെയിലാകുമ്പോൾ. അപ്പോൾ ഇടയ്ക്ക് മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തോട്ടം ഉണങ്ങിയാലല്ലേ പെട്ടെന്ന് ഇങ്ങനെ ചെറിയ ആ ഒരു കളയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ക്ലീൻ ആക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് എനിക്കിതിവിടെ കിട്ടുന്നത് കേട്ടോ. ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ഇതൊന്നും ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ എന്തായാലും ഈ ആഴ്ചക്കായിട്ട് ക്ലീൻ ചെയ്യണം. നമ്മളെ കല്യാണിച്ചി ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവരെ വിളിക്കണം എന്തായാലും. അപ്പോൾ അതിനിടയ്ക്കുള്ളതൊക്കെ ഞാനിങ്ങനെ പറിച്ചെടുക്കും. അപ്പോൾ ഇപ്പോൾ ഒരു 3-4 തവണയായിട്ട് ഞാൻ പറിച്ച് താളിക്കലും ഉപ്പേരി വെക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ 1-2 കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, ഞാൻ കാണിച്ചു തരാം. നോക്കട്ടെ, ഇത് മാത്രം ചിലപ്പം ഉണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂട്ടി ഇതിൻ്റെ കൂടെ യോജിപ്പിച്ചിട്ട് എടുക്കേണ്ടി വരും. എന്നാലും നമ്മൾ ഈ വളമൊക്കെ ഇട്ടിട്ട് പുറത്തുനിന്ന് വാങ്ങുന്ന
അതിനേക്കാളും നല്ല ഭയങ്കര ഗുണമുള്ള സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. നമ്മളെ കണ്ണിനോ എന്തിനൊക്കെയോ നല്ലതാണ് ഇതൊക്കെ. പിന്നെ ഇത് നിങ്ങൾ പ്രഷർ ചീര, ഇംഗ്ലീഷ് ചീര എന്നൊക്കെ പറയട്ടെ, ഇത് നമ്മുടെ ഇവിടെ. അപ്പോൾ അത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കട്ടെ ഇത് മാത്രം കിട്ടുമോ നോക്കാം. ഇല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ കുറച്ച് എടുത്തിട്ട് അങ്ങനെ ഒരു ഉപ്പേരി ആക്കിയിട്ട് എടുക്കേണ്ടി വരും. അപ്പം നമുക്ക് നോക്കാം ഇനിയുണ്ടോ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇവിടെയും കുറച്ചൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ പറിച്ചെടുക്കട്ടെ. അപ്പം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചപ്പോൾ കുറേ പേർക്ക് ഇത് അറിയില്ല, കാണിക്കണേന്ന് പിന്നെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം വീഡിയോ എടുക്കാത്ത ദിവസമായിരുന്നു ഞാനിത് ഉപ്പേരി വെച്ചത്. അപ്പോൾ എനിക്ക് കാണിക്കാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ ഇത് നമ്മളെ തക്കാളിയാണ് കേട്ടോ, കുഞ്ഞു തക്കാളിയില്ലേ, കാട്ടു തക്കാളി എന്നൊക്കെ പറയും, കുഞ്ഞു തക്കാളി അതിലുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ തക്കാളി ഇതിലില്ല, അതിൻ്റെ ഈ ഇളയ തൂമ്പില്ലേ അതും ഇതിൻ്റെ കൂടെ ചീരേൻ്റെ കൂടെയൊക്കെ ഞാൻ എടുക്കലുണ്ട് കേട്ടോ. ഇതിൻ്റെ തൂമ്പ് നമുക്ക് ആ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല. അതിൻ്റെ കൂടെ നല്ല ഗുണമുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ അങ്ങനെ പറിച്ച് വരുമ്പോഴാണ് കണ്ടോ, ഒരു മരത്തിൽ ചെറിയൊരു മരമാണ്, അതിൽ നിറച്ച് കാന്താരി ഉണ്ട് കേട്ടോ. ഭയങ്കര വലിയ മരമൊന്നുമല്ല, കുറച്ചേ കാന്താരി ഉണ്ടാവലുള്ളൂ. പക്ഷെ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഫുള്ള് ഇതിൻ്റെ ഈ ലീഫ് നിറച്ച് കാന്താരി ഉണ്ട്. ഇത് കണ്ടോ, കാന്താരി കണ്ടപ്പോൾ തന്നെ കൊതിയായിട്ടാ ഒരു ചമ്മന്തി അരക്കാൻ ആ ഒരു ഇഷ്ടം വന്നു. ഒരു ചമ്മന്തി എന്തായാലും നോക്കട്ടെ, ഒരു ചമ്മന്തിയൊക്കെ അരക്കണം ഇന്ന്. അപ്പം ഞാൻ പറഞ്ഞ ചീരയല്ലേ, അത് ഫുള്ളായിട്ടില്ല കേട്ടോ, ഒരു ഉപ്പേരിക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാനിങ്ങനെ നടന്നു നോക്കിയപ്പോൾ ഇത് പൊന്നാങ്കണ്ണി എന്ന് പറയും കേട്ടോ. അതിൻ്റെ ഒരു വേറെ ടൈപ്പ്, അതിൻ്റെ ഒരു ഗണത്തിൽപ്പെടുന്ന തന്നെയാണ്. അതിൻ്റെ ഒരു ഏട്ടനോ അനിയനൊക്കെ ആയിട്ട് നമുക്ക് കൂട്ടാം ഇതിനെ. എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും ഇതൊക്കെ. പക്ഷെ ഞാൻ കാണിച്ചു എന്നുള്ളൂ. അറിയാത്തവർ വേറെ എന്തെങ്കിലും പോയിട്ടൊന്നും പറിച്ചിട്ട് കറി വെക്കരുതേ, എനിക്ക് അറിയുന്നതുകൊണ്ടാട്ടോ ഞാനിത് എടുക്കുന്നത്. അപ്പോൾ അതും ഇതും എല്ലാം കൂടെ ആയിട്ട് ഒരു ഉപ്പേരിക്കുള്ളത് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഈ തോട്ടം നന്നാക്കുന്നവരേ ഉള്ളൂ കേട്ടോ. തോട്ടം നന്നായി കഴിഞ്ഞാൽ ഇതൊക്കെ പോവും. പിന്നെ വലിയ കാടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല വെയിലായി കഴിഞ്ഞാൽ അങ്ങനെ വലിയ കാടൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ ഒരു തൈയുള്ളൂ കേട്ടോ, പക്ഷെ ഒരു തൈയിൽ തന്നെ ഇങ്ങനെ പടർന്നിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എന്തായാലും നമുക്ക് ഒരു ഉപ്പേരിക്കുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ പ്രഷർ ചീര പറിച്ചിട്ടില്ല, അത് വേറൊരു ദിവസം പറിക്കാമല്ലോ. അപ്പോൾ ഇത് തന്നെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ കാന്താരിയും കൂടെ ഒന്ന് പറിച്ചെടുക്കട്ടെ. കാന്താരി അത്യാവശ്യം ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കായത്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല ഈ ഒരു മരം. ഒരു 2 ആഴ്ച മുമ്പ് ഞാൻ നോക്കിയപ്പോൾ കുറച്ചൊരു 5-6 എനിക്ക് കിട്ടിയില്ല, പക്ഷേ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഫുള്ളായിട്ടുണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ ഏട്ടത്തിൻ്റെ മോളെ വീട്ടിലൊക്കെ അല്ലേ, ഒരുപാടുണ്ട് കേട്ടോ കാന്താരി. ഇങ്ങനെ വെള്ള കളറിലുള്ളതും അങ്ങനെ കുറേ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോൾ ഞാൻ കുറച്ച് പറിച്ചിട്ട് അവിടെ മാറ്റി വെച്ചു, പക്ഷേ ഞാൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മറന്നുപോയി. പിന്നെ നമുക്കിവിടെ കാന്താരിയും കൊണ്ട് എനിക്ക് ഉപ്പിലിടാൻ ഇഷ്ടമാണ്, പക്ഷേ കറിയിലേക്കൊക്കെ നമുക്ക് അങ്ങനെ കുറേ വേണ്ട, കാരണം എരിവ് കുറവാണല്ലോ വേണ്ടത്. അതുകൊണ്ട് തന്നെ കുറച്ച് ചമ്മന്തി അരക്കുമ്പോൾ എടുക്കും, അല്ലാണ്ട് നമുക്ക് അങ്ങനെ സ്പൈസി വേണ്ട. അതുകൊണ്ട് കറിയിലേക്കൊക്കെ അങ്ങനെ കുറേ എരിവ് ഇടലില്ല. ചിലർ ഭയങ്കരമായിട്ട് ഇങ്ങനെ എരിഞ്ഞ കറി അല്ലെങ്കിൽ എരിവുള്ള ഉപ്പേരി അങ്ങനെയൊക്കെ കഴിക്കൂലേ, അങ്ങനെ നമുക്കങ്ങനെ ഉണ്ടാക്കിയാൽ കറിയൊക്കെ അങ്ങനെ എരിവുള്ള കൂട്ടിയ ഒരു ഫുഡ് കഴിച്ചൊരു ഫീൽ കിട്ടില്ല. ചിലർക്ക് അങ്ങനെ കഴിച്ചാലേ ആ ഒരു ഫീൽ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവരൊന്ന് കമൻ്റ് ആക്കി കേട്ടോ. നമുക്കങ്ങനെ കഴിക്കാനേ പറ്റില്ല, അതിങ്ങനെ ഭയങ്കര എരിവ്. അപ്പോൾ ഇനിയിപ്പോൾ ചീരയൊക്കെ കഴുകി കട്ട് ചെയ്തിട്ടൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. അപ്പോൾ അതവിടെ റെഡിയാക്കി. ഇനിയിപ്പം അതിൽ മീൻ കറി വെക്കണം. അതിലേക്കുള്ള തേങ്ങ ചിരകിയതുണ്ട് കേട്ടോ. അപ്പോൾ അതും ഞാൻ ചിരകുമ്പോൾ 2-3 തേങ്ങയൊക്കെ ചിരകിയിട്ട് ഇതുപോലെ കണ്ടെയ്നറിലാക്കിയിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഭയങ്കര ഈസിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് ഇങ്ങനെ പണീൻ്റെ ഇടയ്ക്കൊന്നും ചെയ്യില്ല, ഫ്രീ ആയിട്ട് നിൽക്കില്ല. എപ്പോഴെങ്കിലും വൈകുന്നേരമോ എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്ത്, പണിയൊന്നും ഇല്ലാത്ത, ചിലപ്പം പണിയൊന്നും തീരെ ഇല്ലാത്ത ദിവസങ്ങളുണ്ടാവില്ല ഫ്രീ ആയിട്ട്. അപ്പോൾ ആ ഒരു ദിവസങ്ങളൊക്കെ എടുത്തിട്ട് തേങ്ങ ചിരകുക അങ്ങനെയൊക്കെ ചെയ്യലുണ്ട് കേട്ടോ. വെളുത്തുള്ളി അല്ലെങ്കിൽ ഇഞ്ചിയൊക്കെ ചിരകിയിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ചാലില്ലേ, പേസ്റ്റാക്കി വെച്ചാൽ കുറേ നാൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. കുക്കിംഗ് ഭയങ്കര ഈസിയാവും അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ തേങ്ങ ഉപ്പേരിക്കുള്ള തേങ്ങയും ഞാൻ ചീര ഉപ്പേരിയിലേക്ക് തേങ്ങ ചിരകി ചേർക്കും കേട്ടോ. അതും എടുത്തു. അതുപോലെ തന്നെ കറിക്കുള്ള തേങ്ങയും എടുത്തിട്ടുണ്ട്. അപ്പോൾ കറിയിലേക്കുള്ള തേങ്ങ നല്ല തണുത്തിട്ടായിരിക്കും ഉണ്ടാവുക. അതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ സെറ്റായിക്കോളൂ കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് വെളുത്തുള്ളിയും കാന്താരിയും ഉപ്പേരിയിലേക്ക് ചേർത്ത് കൊടുത്തു. ഒന്ന് ഒതുക്കിയെടുക്കണം. കറിയിലേക്ക് ഞാൻ ഒരു 3-4 ചുവന്നുള്ളി, ചെറിയ ഉള്ളി കേട്ടോ ചേർത്ത് കൊടുത്തത്.
ചുവന്നുള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഫ്രിഡ്ജിൽ, അതാണ് എടുത്തത്. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരുന്നത് എനിക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ഞാൻ തേങ്ങ അരക്കുമ്പോൾ മീൻ കറിക്കുള്ള തേങ്ങ അരക്കുമ്പോൾ അതിൽ ചേർത്ത് അരച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പറയാൻ മിസ്സായിട്ട് പോകുമ്പോൾ അതാണ് കാണിച്ചത്. ഇനിയിപ്പോൾ കറിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ അതാ മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞില്ലേ ഒരു അയിലയാട്ടോ കറി വെക്കുന്നത്, വലിയ അയിലയല്ല, ഒരു മീഡിയം സൈസ് അയില, അതാണ്. പക്ഷേ ടേസ്റ്റ് ഉണ്ട്, നാടൻ അയിലയാട്ടോ. അപ്പോൾ കറിയൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്, ചെറുതാണെങ്കിൽ 2 എടുത്തോ. ഇനി അതിലേക്കൊരു 4 പച്ചമുളക് നടുവ് കയറിയിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ്. മസാലയിൽ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. ഞാൻ മുന്നേയും മീൻ കറി വെക്കുന്നത് കാണിച്ചിട്ടുണ്ട്. മുളകും മഞ്ഞളും മാത്രം ഇട്ടിട്ട് ഇത് നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി ഞാനിങ്ങനെ എടുക്കുന്നത്, നിങ്ങൾ അളവ് കൂട്ടരുത്, ഇത് ടേബിൾ സ്പൂണാണ്. അപ്പോൾ ടീസ്പൂണിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞത്. സാധാ ടീസ്പൂണിൻ്റെ 4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. കാരണം നമ്മളിതിൽ മുളക് പൊടി ഓവർ ചേർക്കുന്നില്ല, ഒരു പേരിനെ മുളക് പൊടി ചേർക്കുന്നുള്ളൂ കേട്ടോ. പച്ചമുളകാണ് നമ്മൾ ഇതിൽ എരിവിന് കൂടുതൽ, 4 പച്ചമുളക്, അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ തേങ്ങ അരപ്പൊക്കെ വരുമ്പോൾ അത്യാവശ്യം ഇങ്ങനെ ചെറിയൊരു എരിവുണ്ടാവും. നല്ലോണം എരിവ് വേണ്ടവർ ഒരു 6 പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തോ. മുളക് പൊടി കൂട്ടിയെടുക്കണ്ട. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പുളിവെള്ളവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ. ഞാനിപ്പോൾ മറന്നുപോയി, ഞാൻ പിന്നീട് കുടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ട് അതിങ്ങനെ ജനടി കൊടുക്കുക കേട്ടോ. ആ തക്കാളിയൊക്കെ ആ ഒരു കഷ്ണമായിട്ട് നിൽക്കാതെ ഇങ്ങനെ അതിലേക്ക് വേഗം ഇങ്ങനെ ഉടഞ്ഞ് അലിഞ്ഞ് ചേർന്നോളും. ആ ഒരു ടേസ്റ്റും കിട്ടും കേട്ടോ. നമ്മളിങ്ങനെ തിരുമ്മി എടുക്കുന്ന ആ ഒരു ടേസ്റ്റും കിട്ടും കേട്ടോ നമ്മളെ കറിക്ക്. അപ്പോൾ ഇനി അതിന് ശേഷം കുറച്ചുകൂടെ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇത് വെന്ത് വരട്ടെ. മസാലയൊക്കെ ഒന്ന് തിളച്ച് വേവട്ടെ. ഒരു 5 മിനിറ്റ് തിളച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുമ്പോഴത്തേക്കും അത് റെഡിയായി കിട്ടും. അപ്പോൾ അത് അവിടെ വെച്ച് കൊടുത്തു. ഇനി ഉപ്പേരി വെക്കാനുള്ള ചട്ടിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പേരിക്ക് ഇപ്പോൾ തണുപ്പായതുകൊണ്ട് തന്നെ ഇത് കണ്ട വെളിച്ചെണ്ണ കട്ടിയായിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ സ്പൂണിട്ട് കോരി എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ജാറിലേക്കാട്ടോ പോയിച്ചിട്ടുള്ള. സാധാരണ എൻ്റെ ആ ഒരു വെളിച്ചെണ്ണ ഒഴിക്കുന്ന അതിലേക്ക് ഇട്ടാലും പറ്റും, കുഴപ്പമൊന്നുമില്ല. സ്പൂൺ ഇട്ടാലും കോരി എടുക്കാം. അപ്പോൾ ഇതൊന്നും കൂടെ ഈസിയാണ് കേട്ടോ ഈ ജഗ്ഗിൽ ഇട്ട് വെച്ചാൽ. പിന്നെ ഇപ്പോൾ നമ്മുടെ ചീരയൊക്കെ അരിഞ്ഞെടുത്തു. അതിലേക്ക് തേങ്ങയും ആ ഒരു കൂട്ടില്ലേ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഇനി ഒന്നുമില്ല കേട്ടോ, ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ചീര ഉപ്പേരിയിലേക്കൊക്കെ വെളുത്തുള്ളി കേട്ടോ ചേർക്കുക. ചിലർ ചുവന്നുള്ളിയാണ് ചേർക്കുക. അപ്പം നമുക്കിവിടെ ഒന്നുകൂടെ ഫ്ലേവർ ഇഷ്ടം വെളുത്തുള്ളിൻ്റെ ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക. ഓരോ രീതിയും വ്യത്യാസമല്ലേ ഓരോ സ്ഥലത്തും ഓരോ നാട്ടിലും. അപ്പോൾ ഇതാ ഞാൻ 2 ചെറിയ കുടംപുളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് മസാലയൊക്കെ വെന്ത് വന്നു. അതിന് ശേഷം നമുക്കിനി അരപ്പ്, നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടില്ലേ, തേങ്ങയും 2-3 ചെറിയ ഉള്ളിയും ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം കൂടെ നന്നായിട്ട് അരച്ചത് ചേർത്ത് കൊടുത്തു. ഇനി ആ ജാറൊക്കെ ഒരു കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് പാകമാക്കി എടുക്കുക. ഇപ്പോൾ ലൂസാണ്, പക്ഷേ നമ്മൾ മീനൊക്കെ വെന്ത് റെഡിയായി വരുമ്പോൾ അരപ്പൊക്കെ കുറുകി വരും കേട്ടോ. ഇപ്പോൾ അരപ്പ് തിളച്ചിട്ടൊന്നുമില്ല. അതിന് മുമ്പ് തന്നെ മീനൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പും കറക്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മീനിലേക്കൊക്കെ ഉപ്പ് പിടിക്കുന്ന രീതിയിൽ നമ്മൾ ഉപ്പ് കറക്റ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി മീൻ കഷ്ണങ്ങളോട് ചേർത്തിട്ട് മീനൊന്ന് വെന്ത് വരുന്ന ടൈം, ആ ഒരു സമയമാകുമ്പോഴത്തേക്കും കറിയിലേക്കൊക്കെ നല്ല മീനിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ല സെറ്റായിട്ട് കിട്ടും. നമ്മൾ മുന്നേ കാണിച്ച മീൻ കറിയിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. മസാലയൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു മീൻ കറി അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ മീനൊക്കെ വെന്ത് വരട്ടെ. ആ ഒരു സമയം ഞാൻ പറഞ്ഞൊരു ചമ്മന്തി ഉണ്ടാക്കണമെന്ന്, അതിലേക്കായിട്ട് കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കാന്താരി, എരിവിന് ആവശ്യത്തിനുള്ള കാന്താരിയും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു കുറച്ച് പുളി, ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി കേട്ടോ. നമുക്ക് പുളി ഇല്ലാതെയും പച്ച വെളിച്ചെണ്ണ ഉറ്റിച്ചിട്ട് നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇത് ഞാൻ കുറച്ച് പുളി ചേർക്കുന്നുണ്ട്. അപ്പോൾ പുളി ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി ആ ഒരു കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് എന്താ പറയുക, ഒന്ന് മിക്സിയിൽ ഇത് ശരിക്കും ഇങ്ങനെ ഇടികല്ലില്ലേ, നമ്മൾ അതിലൊന്ന് ഇടിച്ചെടുക്കുക, അല്ലെങ്കിൽ അമ്മിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക ചെയ്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാവും. ഞാനിപ്പോൾ മിക്സീൻ്റെ ജാറിൽ മിക്സിയിലിട്ട് ഒന്ന് ഒതുക്കിയെടുത്തതാണ്. ഇങ്ങനെ കുറച്ച് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഉറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ചേർത്താൽ മതിയേ. അങ്ങനെ ചേർക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാട്ടോ ഈ ഒരു ചമ്മന്തി. അപ്പോൾ ഈ ഒരു ചമ്മന്തി എൻ്റെ ഉമ്മ ചോറിൻ്റെ കൂടെയൊക്കെ ഉണ്ടാക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ ഒരു ഫീല് വന്നു കേട്ടോ അത് ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ നമ്മൾ ഉപ്പേരി റെഡിയായി, അത് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മീനൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട്, കറിയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഉലുവ ഇട്ടിട്ട് ഒന്ന് വറവിട്ടെടുക്കട്ടെ. അപ്പോൾ ഇതും ഓരോ ചില സ്ഥലത്ത്
കടുക് ചേർക്കും, ചില സ്ഥലത്ത് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് അത് ചേർത്ത് കറി മൂപ്പിച്ച് വയ്ക്കും. അപ്പോൾ നമ്മളിവിടെ ഉലുവയാണ് കേട്ടോ അധികവും ചേർക്കുക. വെളിച്ചെണ്ണയിൽ കുറച്ച് ഉലുവ, ഒരു 2 പിഞ്ച് ഉലുവയൊക്കെ മതി. അത് ഇവിടെ റഫിക്കൊക്കെ ഓവർ ഇങ്ങനെ ഉലുവ കിടക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഉലുവയും കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കറിയൊന്ന് വറവിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒഴിച്ച ഉടനെ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ മീൻ കറിയും സെറ്റായിട്ടാണ്. ഇന്നൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു നാടൻ ലഞ്ച് എന്നൊക്കെ പറയാമല്ലേ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞല്ലോ, വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊന്നും എൻ്റെ കയ്യിലൊന്നും ഇന്ന് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഫ്രിഡ്ജൊക്കെ കാലിയായിട്ടുണ്ട്. ഇനി വെജിറ്റബിൾസൊക്കെ വാങ്ങിയിട്ടൊക്കെ വേണം. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഒരു ഫുഡ് ഉണ്ടാക്കിയെന്നുള്ളൂ. അപ്പോൾ മീൻ കറി ഉണ്ടാക്കിയപ്പോൾ എന്താവും, അത് നമുക്കിനി രാത്രിയിലേക്ക് ചപ്പാത്തിയോ ദോശയോ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അതിലേക്കും കറി എടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. ഇനി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ. എടുത്ത സാധനങ്ങളൊക്കെ ഒന്ന് തിരിച്ചെടുത്ത് വെച്ച് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് ഗ്യാസൊക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കിയിട്ട് ഇടട്ടെ. അപ്പോൾ പാത്രങ്ങൾ ഞാൻ അതിൻ്റെ ഇടയിൽ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കഴുകി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത മസാല ബോട്ടിലും കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്ന് തിരിച്ചെടുത്ത് വെക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾ മസാല ബോട്ടിലും കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും അല്ലെങ്കിലും വല്ലപ്പോഴും ഒന്നിങ്ങനെ തുടച്ചിട്ട്, എന്താ പറയുക, ചൂടുവെള്ളത്തിൽ ഒരു ക്ലോത്ത് മുക്കിയിട്ട് എന്തെങ്കിലും ഒരു നമ്മൾ തുടക്കുന്ന ക്ലോത്ത് മുക്കിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് കണ്ടെയ്നറൊക്കെ ഒന്ന് തുടച്ച് വെച്ചാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു എണ്ണയും കാര്യങ്ങളൊന്നും ഒരുപാട് നമ്മൾ പിടിക്കുമ്പോൾ എന്തായാലും കയ്യിലും ഒക്കെ ഇങ്ങനെ എണ്ണമെഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല ക്ലീനായിട്ട് നമ്മളെ ബോട്ടിലും കാര്യങ്ങളും എപ്പോഴും നല്ല ക്ലീനായിട്ട് തന്നെ ഇരുന്നോളും. ഇപ്പോൾ കഴിഞ്ഞ ഞാനൊരു വീഡിയോയിൽ CMVM ബെറ്റർ ചേഞ്ച് സ്കൂളിൻ്റെ കോഴ്സുകളെ കുറിച്ചിട്ട്, ട്യൂഷൻ കോഴ്സുകളെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കുറേ പേര് അതിൻ്റെ ഡൗട്ടും കാര്യങ്ങളൊക്കെ എന്നെ പേഴ്സണലായിട്ടൊക്കെ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി തരാം. 1 മുതൽ 10 വരെയുള്ള സ്റ്റേറ്റ് സിലബസിൻ്റെ സ്കൂൾ ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം കോഴ്സുകളും കൊടുക്കുന്നുണ്ട്. ബാച്ചായിട്ട് വെറും 1 മാസത്തിന് 500 രൂപയാട്ടോ ഫീ വരുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് റിവിഷൻ ക്ലാസ്സുകൾ, എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, എക്സാം ട്യൂഷനും കൊടുക്കുന്നുണ്ട്. പിന്നെ മദ്രസ ട്യൂഷൻ 1 മുതൽ 10 വരെ APK സിലബസുകൾ പെട്ടിട്ടുള്ള 2 വിഭാഗം കോഴ്സുകളും മദ്രസ ട്യൂഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടും റിവിഷൻസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ സാഹചര്യം മൂലം മദ്രസയിൽ പോകാൻ പറ്റാത്ത കുട്ടികൾ, പാതി വഴിയിൽ മദ്രസ പഠനം നിർത്തിയിട്ടുള്ള കുട്ടികൾക്ക്, അവർക്കൊക്കെ ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് ഈ ഒരു ട്യൂഷൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അവർക്ക് നല്ലൊരു എന്താ പറയുക, ഇതാണ് കാര്യം. എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു പ്രശ്നം കൊണ്ടാണല്ലോ അവർ പഠിത്തം നിർത്തിയിട്ടുണ്ടാവുക. ഇത് അവർക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അതും ഫീ വരുന്നത് വെറും 500 രൂപ മാത്രമാണ് കേട്ടോ. പിന്നെ പൊതുപരീക്ഷ സഹായി എന്ന നിലയിൽ 5ാം ക്ലാസ്, 7ാം ക്ലാസ്, 10ാം ക്ലാസ് എന്നീ കുട്ടികൾക്ക്, പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനും ടോപ്പേഴ്സ് ആവാനും ഒക്കെ വേണ്ടിയിട്ട് സ്പെഷ്യൽ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അതിനും ഫീ വരുന്നത് മാസത്തിൽ 500 രൂപയാണ് കേട്ടോ. പിന്നെ കാലിയോഗ്രഫി, എംബ്രോയ്ഡറി, അങ്ങനെ കുറച്ച് കോഴ്സുകളെല്ലാം കൊടുക്കുന്നുണ്ട്. കാലിയോഗ്രഫി എല്ലാം പുറത്ത് മറ്റ് സ്ഥാപനങ്ങളിലും 3000 രൂപയൊക്കെയാണ് അതിന് ഫീ വരുന്നത്. പക്ഷേ ഇവിടെ ഇതിന് 500 രൂപയാട്ടോ ഫീ വരുന്നത്. 2 മന്ത്സ് ക്ലാസ്സാണ്. ഇംഗ്ലീഷിലും അറബിക്കിലുമാണ് ക്ലാസ് കൊടുക്കുന്നത്. പിന്നെ SSLC സ്കൂളുകൾക്ക് സ്പെഷ്യൽ ക്ലാസ്സുകൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അതായത് മാത്സിന് മാത്രം വീക്കായിട്ടുള്ള കുട്ടികളാണെങ്കിൽ, സയൻസിന് മാത്രം വീക്കായിട്ടുള്ള കുട്ടികളാണെങ്കിൽ, അങ്ങനെ അതിന് രണ്ടിനും സ്പെഷ്യൽ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാത്സിന് മാത്രമാണെങ്കിൽ അതിനും മാസത്തിൽ 500 രൂപയാണ് ഫീ വരുന്നത്. മൊത്തം സബ്ജക്ട്സ് എടുക്കുകയാണെങ്കിലും മാസത്തിൽ 500 രൂപയാട്ടോ ഫീസ് വരുന്നത്. അതോടൊപ്പം വലിയവർക്ക് വേണ്ടിയിട്ട് ഹദീസ് പഠനം, ഫിഖ്, ഇങ്ങനത്തെ പഠിക്കാനുള്ള ഇങ്ങനത്തെ കോഴ്സുകളും അവൈലബിൾ ആണ് കേട്ടോ. ഇതിനൊക്കെ ഫീ വരുന്നത് വെറും 500 രൂപ മാത്രമാണ്. പിന്നെ കുറേ അധികം കോഴ്സുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം ജോയിൻ ചെയ്യാൻ ഫീ വരുന്നത് 500 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ നിങ്ങൾ അതിൽ കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞു തരും. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞത് ക്ലിയർ ആകാത്തവർക്ക് വേണ്ടിയിട്ട് കുറേ പേര് കുട്ടികളെ മദ്രസയിൽ ചേർക്കണം, അത് ആവശ്യമുണ്ട് ജംഷി ഒന്നുകൂടെ പറയും, ഒന്നുകൂടെ ക്ലിയർ ആക്കി തരുമോ എന്നൊക്കെ കറക്റ്റ് അറിയാത്തവരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഡയറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ എന്താ കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ജോയിൻ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് പിന്നെ ഒരു വീഡിയോൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു, എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അന്നത്തെ ദിവസത്തെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ലോറ് നമസ്കാരവും കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ വാവ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസം വന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇനിയൊന്നുമില്ല, അത് ഉച്ച വരെയാട്ടോ നമ്മളെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതായത് ഉച്ച എന്ന് പറയുമ്പം രാവിലെ നമ്മൾ പണിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ നമ്മൾ കഴിച്ച പാത്രം കഴുകുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവില്ല, അതേ ഉണ്ടാവുള്ളൂ. പിന്നെ വൈകുന്നേരം വരെ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് മഗ്‌രിബിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ, ആ ഒരു ടൈമിലാണ്. അപ്പം ഞാനിന്ന് റഫീഖക്കും വാക്കും വേണ്ടിയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഉച്ചക്കത്തെ മീൻകറി ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പേരിയൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചപ്പാത്തീൻ്റെ കൂടെ എടുക്കും കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ഓട്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്താ പറയുക, രാവിലെ ഞാൻ ഓട്സ് ആക്കിയിട്ട് കഴിക്കലുണ്ട്. വീഡിയോ ഒന്നും എടുക്കാത്ത ദിവസം അങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ. കാര്യം വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ എന്തായാലും സ്പെഷ്യൽ റെസിപ്പീസും കാര്യങ്ങളും ഒക്കെ കാണിക്കുമല്ലോ. അപ്പോൾ അല്ലാത്ത ദിവസം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് കഴിക്കലുണ്ട്. അപ്പോൾ എനിക്ക് രാത്രി ഇങ്ങനെ ചോറ് കഴിക്കുക അങ്ങനത്തെ കഴിക്കുന്നതിനേക്കാളും ഇങ്ങനത്തത് ഇഷ്ടമാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് നട്ട്സൊക്കെ രാവിലെ ആണെങ്കിൽ നട്ട്സ് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യും, വൈകുന്നേരമൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാ കുറച്ച് പാലിലേക്ക് ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുടിക്കുന്ന പാല് ഇതിന് വേണ്ടിയിട്ട് എടുക്കും, അത്രയേ ഉള്ളൂ. അതെടുത്തു. അതിലേക്ക് ഒരു 3-4 ടീസ്പൂണൊക്കെ ഓട്സ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി കുറച്ച് ഉപ്പ് ഞാൻ പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത്, ഞാൻ മറന്നുപോയി. കുറച്ചൊരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും, സോഫ്റ്റായിട്ട് വെന്ത് റെഡി ആയി കിട്ടും. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ അതൊന്ന് കുക്ക് ചെയ്തിട്ട് റെഡി ആയിട്ട് വരട്ടെ. ഞാൻ മധുരം അങ്ങനെ ചേർത്ത് കൊടുക്കില്ല കേട്ടോ, പഞ്ചസാര അതത്ര ഹെൽത്തി അല്ലല്ലോ, അപ്പോൾ പഞ്ചസാര അങ്ങനെ ചേർത്ത് കൊടുക്കില്ല. അപ്പോൾ നമ്മൾ ഓട്സ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഉപ്പിടാൻ ഞാൻ വിട്ടുപോയിട്ട് ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പിട്ട് ചേർത്ത് കൊടുത്തു, ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഇനിയിപ്പോൾ അതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ടോ ചിലപ്പോൾ റോബസ്റ്റ പഴം ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ആഡ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കുകയാണ് ചെയ്യുക. പിന്നെ രാവിലെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ വാവൊന്നും ഇല്ലെങ്കിൽ ഞാനും റഫീഖ മാത്രമേ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ കഴിക്കൂട്ടോ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കും. അതിനെ ഹെൽത്തി ആക്കിയിട്ട് അങ്ങ് കഴിക്കുകയാണ് ചെയ്യുക. പിന്നെ രാവിലെ ഇപ്പം ഞാൻ ഒരു 4 ഞാലിപ്പൂവൻ പഴം എടുത്തിട്ടുണ്ട്. 4 പറയാൻ പറ്റില്ല കേട്ടോ, 2 പറയാൻ പറ്റുള്ളൂ, അത്രയും ചെറുതാണിത്. അപ്പോൾ അത് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കട്ടെ. രാവിലെയൊക്കെ ആണെങ്കിൽ കുറച്ച് ബദാം പിസ്ത അങ്ങനെ എന്തെങ്കിലും നട്ട്സ് ഉണ്ടാവില്ല, ഈത്തപ്പഴം, അത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കും. പഴം ഉണ്ടെങ്കിൽ പഴം ചേർത്ത് കൊടുക്കും. അപ്പോൾ ഭയങ്കര ഹെൽത്തിയാണ്, നമുക്ക് പെട്ടെന്ന് വിശക്കൊന്നുമില്ല കേട്ടോ, കാര്യം നട്ട്സും കാര്യങ്ങളൊക്കെ അതിൽ ഫില്ലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. പിന്നെ മടിയുള്ള ദിവസവും ഇങ്ങനെയൊക്കെ ആക്കി എടുക്കലുണ്ട് കേട്ടോ. കഴിക്കാൻ മടിയുള്ള ദിവസം അല്ലെങ്കിൽ ഉണ്ടാക്കാൻ മടിയുള്ള ദിവസമൊക്കെ ഉണ്ടാവുമല്ലോ, കുറച്ച് തിരക്കുള്ള. പിന്നെ നമ്മൾ ഹെവി ആയിട്ട് ലഞ്ച് ഒരു ബിരിയാണി അല്ലെങ്കിൽ ഒരു കല്യാണത്തിനൊക്കെ പോകുന്നുണ്ട്, ബിരിയാണിയൊക്കെ കഴിക്കും എന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് നല്ല ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം ഇതുപോലെ ലൈറ്റ് ആക്കണം കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ലൈറ്റാക്കിയിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഓവർ വണ്ണം വെക്കില്ല, ഭയങ്കരമായിട്ട് വയറ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കറക്റ്റ് ചെയ്ത് പോയാൽ, അല്ലാണ്ട് നമ്മളൊരു ബോധമില്ലാതെ ഉച്ചക്കും നന്നായിട്ട് കഴിച്ച് അതന്നെ നമ്മൾ രാത്രിയും നന്നായിട്ട് കഴിച്ച് അങ്ങനെ ആകുമ്പോൾ ഏതെങ്കിലും ഒരു നേരത്ത് നമ്മളൊന്ന് ലൈറ്റാക്കി കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വല്ലാണ്ട് അതുകൊണ്ട് ശരീരത്തിലേക്ക് വല്ലാണ്ട് അങ്ങോട്ട് എഫക്റ്റ് ചെയ്യൂല കേട്ടോ. തടി കുറക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒന്ന് അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. നമ്മൾ ഉച്ചക്കത്തെ ആ ഹെവി തന്നെ നമ്മൾ രാത്രിയും കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ എൻ്റെ പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നല്ല ചെറിയ പഴമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 4 എടുത്തത്. അപ്പോൾ നല്ല ടേസ്റ്റാട്ടോ, നമ്മൾ സ്പെഷ്യൽ മധുരമൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അതിൽ ആ ഒരു പഴത്തിൻ്റെ മധുരം ഉണ്ടാവും. പിന്നെ ഞാനൊരു എക്സ്ട്രാ 1 ടീസ്പൂൺ തേന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡേറ്റ്സ് അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ രാവിലെ ആകുമ്പോൾ ഈത്തപ്പഴം നട്ട്സൊക്കെ ചേർത്ത് ആ ഈത്തപ്പഴത്തിൻ്റെ മധുരവും ഈ 1 ടീസ്പൂൺ വേണമെങ്കിൽ ഹണി ചേർത്ത് കൊടുത്താൽ മതി, പ്ലെയിൻ ആയിട്ട് തന്നെ കഴിക്കാം. അപ്പോഴും നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ ഇത്രയൊക്കെ ആട്ടെ ഇന്നത്തെ നമ്മളെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ, അത് മസ്റ്റാണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.